LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സമ്മർദ്ദ തന്ത്രവുമായി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റ് ആവശ്യപ്പെടുമെന്നും LDF-ൽ ഉറച്ചു നിൽക്കുമെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. കേരള കോൺഗ്രസിനെ UDF ചവിട്ടിപ്പുറത്താക്കിയതാണെന്നും അപ്പോൾ സംരക്ഷിച്ചത് പിണറായി വിജയനാണെന്നും ഇറക്കിവിട്ട സ്ഥലത്തേക്ക് എങ്ങനെ പോകുമെന്നും ജോസ് കെ മാണി ചോദിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന് അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാടിൽ തന്നെയാണ്, ഉറച്ചാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 12 സീറ്റായി ഇടതുപക്ഷത്തിൻ്റെതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. ചർച്ചയിലല്ല, അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് CPM വെച്ചപ്പോൾ കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി. ഇപ്രാവശ്യം 13 സീറ്റ് മിനിമം എങ്കിലും അത് വേണം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കേരള കോൺഗ്രസ് യോഗത്തിന് ശേഷം പ്രതീക്ഷിച്ചിരുന്ന വാർത്ത LDF-ൽ തുടരും എന്ന് തന്നെയാണ്. ഫലത്തിൽ അതുണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. കേരള കോൺഗ്രസ് എം ഒരു സമ്മർദ്ദ ശക്തിയായി ഇടതുമുന്നണിയിൽ മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്ന ആവശ്യം എന്ന നിലയിലാണ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ജോസ് കെ മാണി ഇക്കാര്യം വ്യക്തമാക്കിയത്. 13 സീറ്റ് ഏറ്റവും കുറഞ്ഞത് വേണം, അതിൽ നിന്ന് 2 സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാൽ സന്തോഷം. അത് കിട്ടുമോ എന്ന് അറിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോസ് കെ മാണി വ്യക്തമാക്കിയാണ്. അതായത് സീറ്റ് കൂടുതൽ വേണം എന്ന ആവശ്യം ജോസ് കെ മാണി ഇന്ന് നിലപാട് വ്യക്തമാക്കുന്നു. ഇക്കാര്യം ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെടാനും കേരള കോൺഗ്രസ് എം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം വാർത്തകൾ UDF പ്രവേശനം സംബന്ധിച്ച വാർത്തകളെല്ലാം സീറ്റ് കൂടുതൽ ചോദിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണോ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇന്നത്തെ യോഗത്തിന് ശേഷം ഉയർന്ന ഒരു ആവശ്യമായി എന്തായാലും വന്നിരിക്കുന്നത് ഇതുതന്നെയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സീറ്റ് വെച്ചുമാറ്റത്തിനില്ല എന്നൊരു നിലപാടും ജോസ് കെ മാണി വ്യക്തമാക്കി. അത് മറ്റ് ജില്ലകളിൽ ഏതെങ്കിലും സ്ഥലത്തിൽ അനിവാര്യമായ മാറ്റമുണ്ടെങ്കിൽ അത് അതാ സ്ഥലങ്ങളിൽ ചർച്ച ഒരുപക്ഷെ വേണമെങ്കിൽ ചെയ്യാം എന്ന നിലപാടിലേക്കാണ്. പക്ഷേ സീറ്റ് വെച്ച് മാറണ്ട എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റൊന്നുള്ളത്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സീറ്റ് വിഭജന ചർച്ചകൾക്കായി എല്ലാം ജോസ് കെ മാണിയെ ചുമതലപ്പെടുത്തി. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കും ജോസ് കെ മാണി എന്നും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഒരു കാര്യമുള്ളത്, ഈ സർക്കാരിനെതിരെ ഉണ്ടായ പ്രതിച്ഛായയിലെ പ്രതിസന്ധികൾ, തെറ്റിദ്ധാരണകളൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി എന്ന് പറയുമ്പോഴും ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു എന്ന വിലയിരുത്തലും ജോസ് കെ മാണി വിഭാഗം നടത്തുന്നു. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള പാർട്ടി നേതാക്കളിൽ ഒതുങ്ങുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത്തരം അറസ്റ്റിലേക്ക് പോയതോടെ സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി ഫലത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരു വിലയിരുത്തലാണ് ജോസ് കെ മാണി ഫലത്തിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ചർച്ച അത് വൈകുന്നേരം ഏതാണ്ട് 5 മണി കഴിഞ്ഞും തുടരുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഈ ജാഥ വരാൻ പോകുന്ന ഇടതുമുന്നണിയുടെ ജാഥയിൽ മധ്യമേഖല ക്യാപ്റ്റൻ സ്ഥാനത്ത് ജോസ് കെ മാണി ഉണ്ടാകും. ഇടയ്ക്ക് പാർലമെന്റിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ പകരം വൈസ് ക്യാപ്റ്റനെ ജാഥ നയിക്കും എന്നതടക്കമുള്ള നിലപാടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും UDF പ്രവേശനം എന്ന വാർത്തകൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് എന്നതാണ്. അത് പാർട്ടിയിലെ നേതാക്കൾക്കാർക്കും പങ്കില്ല എന്നുകൂടി ജോസ് കെ മാണി പറഞ്ഞു വെക്കുകയാണ്. ഇടതുമുന്നണിയിൽ തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഫലത്തിൽ കേരള കോൺഗ്രസ് എം എത്തി എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ നന്നായി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനടക്കം തങ്ങൾക്ക് കഴിഞ്ഞു എന്നത് പ്രതിപക്ഷത്തിനൊരു വിമർശനമായി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോസ് കെ മാണിയും ഒപ്പമുള്ള മറ്റുള്ള മുഴുവൻ ആളുകളും വാർത്താസമ്മേളനം നടത്തിയത്. അതായത് കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ UDF-ൽ പോകണമെന്ന് തീരുമാനിച്ചാൽ 5 MLA-മാർ ഒരുമിച്ചുണ്ടാകും എന്ന തരത്തിൽ ഒറ്റക്കെട്ടാണ് എന്നുകൂടി ചേർത്ത് വെക്കുകയാണ് ജോസ് കെ മാണി ഇന്ന് ചെയ്തത്. ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാർ കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പോവില്ല, ഞങ്ങളുടെ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചു. ജോസ് കെ മാണിയെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ UDF നടത്തിയതിന് പിന്നാലെ സമാന്തര നീക്കവുമായി ഇടതുമുന്നണിയും രംഗത്തുണ്ട്. ജോസ് കെ മാണി UDF-ലേക്ക് പോയാൽ ജോസഫ് ഗ്രൂപ്പിനെ ഒപ്പം കൂട്ടാനാണ് LDF നീക്കം.
ജോസ് കെ മാണി UDF-ൽ എത്തിയാൽ പ്രധാനപ്പെട്ട പല ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾക്കും സീറ്റ് നഷ്ടമാവും. ഈ സാഹചര്യം മുതലെടുക്കാനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗം ഒരുപക്ഷെ മുന്നണി വിട്ടേക്കാം എന്നുള്ള ചർച്ചകൾ, അഭ്യൂഹങ്ങൾ, വലിയ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് സമാന്തര നീക്കവുമായി CPM ചില നീക്കങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗം ഈ ഇടതുമുന്നണിയിൽ എത്തിയാൽ തന്നെ ഏതാണ്ട് 15 സീറ്റുകളാകെ നൽകുമെന്നാണ്, UDF-ൽ എത്തിയാൽ ഏതാണ്ട് 15 സീറ്റുകൾ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ ജോസഫ് വിഭാഗത്തിന് വലിയ നഷ്ടമുണ്ടാകും. ഒരുപക്ഷെ 5 or 6 സീറ്റ് മാത്രമായിരിക്കും ജോസഫ് വിഭാഗത്തിന് ഫലത്തിൽ ലഭിക്കുക എന്ന് വന്നതോടുകൂടിയാണ് അവിടെ നിന്ന് അതൃപ്തരായവരെ ഒരുപക്ഷെ അടർത്തിയെടുക്കാം, അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ, ജോസ് കെ മാണി മുന്നണി വിട്ടാൽ എന്ന തരത്തിൽ നീക്കം നടന്നത്. അതായത് കഴിഞ്ഞ തവണ 10 സീറ്റിലാണ് ജോസഫ് വിഭാഗം മത്സരിച്ചിരുന്നത്. 10 സീറ്റ് ഇത്തവണ ലഭിക്കാതെ 5 സീറ്റായാൽ പല നേതാക്കൾക്കും പലയിടങ്ങളിലും സീറ്റ് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നാൽ അത്തരം അതൃപ്തരെ ഒപ്പം കൂട്ടാനുള്ള ഒരു നീക്കമാണ് സമാന്തരമായി ഉണ്ടായിട്ടുള്ളത്. അതായത് ജോസഫ് വിഭാഗത്തിലെ പല പ്രമുഖരെയും ആ നിലയിൽ കൊണ്ടുപോകാമെന്ന് കരുതുന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി, ഒരുപക്ഷെ ഭരണ തുടർച്ച ഉണ്ടാകില്ല, പകരം UDF ആയിരിക്കും അധികാരത്തിൽ വരിക എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പല നേതാക്കളും വിട്ടുമരുമോ എന്ന ആശങ്കയുണ്ട്. നിലവിൽ ഒരു കാര്യമുള്ളത്, ജോസ് കെ മാണി വിഭാഗം തന്നെ മുന്നണി വിട്ടു പോകില്ല എന്ന ചർച്ചകളാണ് ഏറ്റവും ഒടുവിൽ നേതാക്കളുടെ പ്രതികരണമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ജോസ് കെ മാണി വിഭാഗത്തെ കൊണ്ടുപോകുക മാത്രവുമല്ല, ഈ ജോസ് കെ മാണി വിഭാഗത്തെ ഇങ്ങനൊരു പ്രതിസന്ധിയിലാക്കിയതിന് പിന്നിൽ പല UDF നേതാക്കൾക്കും പങ്കുണ്ട്. അവരെ കൂടി അതുകൊണ്ട് തന്നെ തിരിച്ചൊരു രാഷ്ട്രീയ നീക്കം നടത്തി ചില ഇപ്പുറത്തു നിന്നുള്ള ഇപ്പോൾ ആയിഷ പോറ്റി അല്ലെങ്കിൽ പല നേതാക്കളെ ഒപ്പം കൂട്ടാൻ UDF ശ്രമിക്കുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഫലത്തിൽ LDF-ന്റെ ഭാഗത്ത് നിന്ന്, CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചില അനൗപചാരിക ചർച്ചകളടക്കം ഇക്കാര്യത്തിൽ ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒന്നുള്ളത്, ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്പെഷ്യൽ കൺവെൻഷൻ ജോസഫ് വിഭാഗത്തിൻ്റേത് കോട്ടയത്ത് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗത്തിനെതിരായ അതിശക്തമായ നിലപാടുകൾ തന്നെയായിരിക്കും അവർ ആ കൺവെൻഷനിൽ പറയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകം തന്നെ UDF ഒറ്റയ്ക്ക് ജോസഫ് ഗ്രൂപ്പുമായി ചേർന്ന് തന്നെ ജില്ലാ പഞ്ചായത്ത് അടക്കം സീറ്റുകൾ പിടിക്കുന്നു, ഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടിയുടെ, കേരള കോൺഗ്രസിൻ്റെ ആവശ്യം നിലവിൽ UDF-ൽ ഇല്ല എന്നൊരു നിലപാടായിരിക്കും അവർ പ്രഖ്യാപിക്കുക. വൈകുന്നേരം ചേരുന്ന സ്പെഷ്യൽ കൺവെൻഷനോടുകൂടിയായിരിക്കും ഇക്കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.